അയോധ്യ രാമക്ഷേത്രത്തിൽ നടന്ന വൻ ക്രമക്കേടെന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തലാണ്. രാംലല്ലയ്ക്ക് ഭക്തർ അർപ്പിച്ച സ്വർണം, വെള്ളി, രത്നങ്ങൾ എന്നിവയും കാണാനില്ല എന്നാണ് കണ്ടെത്തൽ. തട്ടിപ്പിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വിവാദങ്ങൾക്കിടെ ആം ആദ്മി പാർട്ടി ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ വെള്ളിയാഴ്ച അയോധ്യയിലേക്ക് എത്തുന്നുണ്ട്. ഇതിനിടെ അയോധ്യയ്ക്ക് പുറമെ മധുര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും സാമ്പത്തിക ക്രമക്കേടുകൾ ഉണ്ടായി എന്ന ആരോപണവും ഉയർന്നു വന്നിട്ടുണ്ട്. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീത, കഴിഞ്ഞ ദിവസം ഈ വെള്ളിക്കട്ടകൾ, അതിലാണ് ഒരു ആരോപണം ഉണ്ടായത്. അതൊന്നുമല്ല, അതിനപ്പുറത്തേക്ക് വലിയ ക്രമക്കേടുകൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണം ഇതിൽ ഉറപ്പാക്കും സർക്കാർ? വിനീത വി ജി അല്പസമയത്തിനകം വിവരങ്ങളുമായി ചേരും. എന്തായാലും വലിയ ക്രമക്കേടാണ് അയോധ്യ രാമക്ഷേത്ര നിർമ്മാണ സമയത്ത്, അവിടെ പ്രാണപ്രതിഷ്ഠാ സമയത്ത് ഉണ്ടായത് എന്ന ആരോപണം ബലപ്പെടുകയാണ്. വലിയ തോതിൽ അവിടെ സ്വർണവും രത്നവും ഒക്കെ കൊള്ളയടിക്കപ്പെട്ടു, അതിൽ ക്രമക്കേടുകൾ ഉണ്ടായി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അത് ശക്തമാവുകയാണ്. വിനീത, അപ്പോൾ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നു എന്ന ആരോപണം വരുമ്പോൾ SIT അന്വേഷണം അത് ഏത് രീതിയിലാണ്? പ്രജൻ, SITയുടെ 3-അംഗ സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് അന്വേഷണ സംഘം സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ ക്ഷേത്രത്തിൽ നടന്നുവെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതലും ഈ ക്രമക്കേടുകൾ നടന്നത് കുംഭമേള കാലത്താണ് എന്ന് ഈ റിപ്പോർട്ടിൽ അവർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ സാമ്പത്തിക ക്രമക്കേട് എന്നതിന് അപ്പുറം ഈ രാംലല്ലയ്ക്ക് ഭക്തർ സമർപ്പിച്ച ആഭരണങ്ങളുണ്ട്, സ്വർണ്ണാഭരണങ്ങൾ, വെള്ളി ആഭരണങ്ങൾ, ചില വിലപിടിപ്പുള്ള വസ്തുക്കൾ, ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള ചില രേഖകളും അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ടായിരുന്നു. ഈ രേഖകളിൽ ഉൾപ്പെടെ ചില ക്രമക്കേടുകൾ ഉണ്ട് എന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒപ്പം തന്നെ ഈ സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ക്ഷേത്രത്തിൽ ജുവലേഴ്സ് അസോസിയേഷൻ നൽകിയ 60 കിലോ വെള്ളിക്കട്ടികൾ കൂടി കാണാതായി എന്ന വിവരം കൂടി ലഭ്യമായിട്ടുണ്ടായിരുന്നത്. ഈ വെള്ളിക്കട്ടകൾ എവിടെയാണ് പോയത്, ഇത് സംബന്ധിച്ചുകൊണ്ടുള്ള രേഖകൾ കണ്ടെത്തുന്നതിനടക്കമുള്ള അന്വേഷണവും ഈ ഘട്ടത്തിൽ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ ക്ഷേത്ര ട്രസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടായതായും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.